എല്ലാവർക്കും നമസ്കാരം. കഥയൂട്ടിന്റെ മാസ്മരിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ശ്രീമതി ശബിതയുടെ മന്ദാക്രാന്ത മപനതദംഗം എന്ന കഥയാണ്. ശബിത എഴുത്തുകാരിയാണ്, മാധ്യമ പ്രവർത്തകയാണ്, മാതൃഭൂമിയിലെ സബ് എഡിറ്ററാണ്. ഇതിനേക്കാളൊക്കെ ഉപരി എഴുത്തിന്റെ ലോകത്ത് തൻ്റെതായ ഒരു പേര് പതിപ്പിക്കാൻ സാധിച്ച എഴുത്തുകാരി കൂടിയാണ് ശ്രീമതി ശബിത. ശബിതയുടെ കഥകൾ വഴിയിൽ നിന്ന് ചിണുങ്ങാറില്ല. കൃത്യമായ ഒരു ഭാഷയും കാലവും രേഖപ്പെടുത്തുന്ന കഥകളാണ് ശ്രീമതി ശബിതയുടെ. നിരവധി പുസ്തകങ്ങൾ അവരുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗീതാഞ്ജലി, അരുന്തക്കനി എന്നീ 2 നോവലുകൾ, കൂടാതെ മുലപ്പാമ്പ്, മന്ദാക്രാന്ത മപനതദംഗം എന്ന 2 കഥാസമാഹാരങ്ങൾ, അമ്മയോർമ്മകൾ എന്ന ലേഖനങ്ങൾ, കലാമണ്ഡലം സരസ്വതിയുടെ ആത്മകഥ സാരസ്വതം, സുധാമൂർത്തിയുടെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ 3 സമാഹാരങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പുവിന്റെ ഗപ്പികൾ എന്ന ഒരു ബാലസാഹിത്യ കൃതി കൂടിയുണ്ട് അവരുടേതായി. അതിന്റെ പുതിയ പതിപ്പ് കൂടി. അസാധ്യമായ ഭാഷയാണ് ശബിതയുടേത്. അവിടെ കളിതമാശകളേക്കാൾ ജീവിതത്തിന്റെ അമൂല്യമായ അവസ്ഥകളെ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്ന ഒത്തിരി കഥകൾ ശബിതയുടായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ശബിതയുടെ ഓരോ കഥയും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. വാമൊഴിയിലൂടെ പകർന്നു വരുന്ന കഥകൾ പോലെ ശബിതയുടെ കഥ വന്നാൽ തീർച്ചയായും അത് പലയിടങ്ങളിലെയും ചർച്ചാ വിഷയങ്ങളാണ്. മലയാളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ കഥകളിൽ ഒന്നായ മന്ദാക്രാന്ത മപനതദംഗം എന്ന കഥയുടെ പേരിൽ തന്നെയാണ് അവരുടെ 2ാമത്തെ കഥാസമാഹാരം പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ കഥയാണ് നമ്മളിന്ന് കേൾക്കുന്നത് കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 2022 സംസ്ഥാന യുവസാഹിത്യ പുരസ്കാരം നേടുകയും മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടിനുള്ള രാംനാഥ് ഗോയങ്ക എക്സലൻസ് ഇൻ ജേർണലിസം പുരസ്കാരം തുടർച്ചയായി 2 വർഷങ്ങളിൽ ലഭിച്ചു. കഥയും തിരക്കഥയും നിർവഹിച്ച പുള്ള് എന്ന സിനിമ നിരവധി പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. അപ്പോൾ നമുക്ക് അവരുടെ മന്ദാക്രാന്ത എന്ന കഥ നമുക്ക് കേൾക്കാം. കുഞ്ഞാ, ലൈല മൃദുലമായി വിളിച്ചത് കേട്ട് ഭാർഗവൻ പൊട്ടിച്ചിരിച്ചുപോയി. 10-60 വയസ്സായോന് കുഞ്ഞാന്ന്. ഇത് നല്ല കഥ. ഇതിനാണോ 250 ഗൂഗിൾ പേയും ചെയ്ത് ഇരുട്ടാവാൻ കാത്തുനിന്നത്? നിനക്ക് എന്നെപ്പറ്റി എന്തറിയും പെണ്ണേ എന്ന് പറയാനാഞ്ഞതും ഭാർഗവൻ വിഴുങ്ങി. ആദ്യമേ ചടപ്പിക്കണ്ട. അപ്പുറത്തെ മൗനം ഭാർഗവന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. ഫോൺ കട്ടാക്കിയോ? ഈ ലൈലയുടെ മടി കിടന്ന എല്ലാരും കുഞ്ഞാണെന്റെ പൊന്നെ. ഫീൽഡ് ചെയ്യുമ്പോൾ തട്ടിത്തടഞ്ഞു വീഴാനാഞ്ഞ പന്തിനെ പിടുത്തം കിട്ടിയ മാതിരി ലൈല ഒന്ന് പരിശ്രമിച്ചു. ഞാനൊന്നും വേണ്ട, വേഗം കാര്യം തീർക്കാം. അരമണിക്കൂറിന് 250 വാങ്ങിയനല്ലേ നീയൊക്കെ? പൈസ കൊടുക്കാമെന്ന് വെച്ചാ കലിപ്പാണ് ഭാർഗവന്. ലൈലയ്ക്ക് ചിരി വന്നു. എന്നാ പിന്നെ ആ 250 ഇടുപ്പിൽ തിരികെ കൈ 2ഉം അവിടെ വെച്ചങ്ങ് ഉറങ്ങിയേര്. 5 നിമിഷങ്ങൾക്കകം ലൈലയുടെ അക്കൗണ്ടിൽ കയറിയ 250 തിരിച്ചങ്ങോട്ട് പറന്നു വരുന്നത് കാണണോ? ഭാർഗവൻ ഒന്ന് ഞെട്ടി. അതല്ല പെണ്ണേ, എനിക്കെന്തോ കുഞ്ഞാന്ന് വിളിച്ചപ്പോ. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞേ? ലൈല അല്പം താല്പര്യക്കുറവോടെ ചോദിച്ചു. ഭാസി, ഭാസ്കരൻ. മറുപടിയിൽ ആശാനും ഒന്ന് വെക്കി. ഓഹോ, എന്നിട്ടെന്താ അക്കൗണ്ടിൽ ഭാർഗവെന്ന് കാണിച്ച്? ഇക്കാര്യത്തിലെങ്കിലും അല്പം നേരും നെറിയും കാണിച്ചൂടെ മച്ചുനാ? പറ്റിപ്പ് ലൈലയോടാണ് നടന്നത് തന്നെ. ഭാർഗവൻ ആടിമറിഞ്ഞു. നോ വേർഡ്സ്, നോ ആക്ഷൻ, നോ കമന്റ്. ഭാഗി, നീ എന്താടാ ഉറങ്ങാത്തേ? ഉറക്കം വന്നില്ലെന്റെ പെണ്ണേ. അത് കേട്ടതും ലൈല ഒരു മക്കാറ് ചിരി വരുത്തി. എൻ്റെ പെണ്ണ്, നിങ്ങൾ ആണുങ്ങളുടെ ക്ലീശേ കേൾക്കുമ്പോൾ
ബാക്കി വന്നത് ലൈല പറഞ്ഞില്ല. അന്നം തരുന്നവനെ അടിമയാക്കാനേ പാടുള്ളൂ, അതിലപ്പുറം വേണ്ട. ലൈല കിടന്ന കിടപ്പിൽ ഒന്നൂർന്നു. ഇടയ്ക്ക് വന്ന ഇൻകമിംഗ് കോള് ഇഗ്നോർ ചെയ്ത് സമയം നോക്കി. 9:30 സമയം കൊടുത്ത നമ്പർ 4ാമത്തെ മിസ്ഡ് കോളാണ് തരുന്നത്. ഇവനെയൊന്നും മാസം തികഞ്ഞല്ലായിരുന്നോ തള്ള പെറ്റത്? നീ അയച്ചു തന്ന ഫോട്ടോയിലേതുപോലെ പൂച്ച കണ്ണുണ്ടോ സത്യത്തിൽ നിനക്ക്, അതോ പറ്റിപ്പാണോ? ഭാഗ്യ എന്തോ ഫേസാപ്പൊക്കെ ഓർത്തുപോയി അന്നേരത്തിനിടയ്ക്ക്. ലൈല കുണുങ്ങി ചിരിച്ചു. മൈസൂർ കല്യാണം കൊണ്ട് എൻ്റെ ഉമ്മാക്ക് ആകെ കിട്ടിയ പിടിവള്ളി ഈ പൂച്ചക്കണ്ണാണ് കുഞ്ഞേ. ബാപ്പയൊരു പൂച്ചക്കണ്ണനാർന്ന്. ലൈല, നീ ഇത്ര വെളുത്തിട്ടാണോ? ഭാഗി, ഞാൻ അയച്ചു തന്നത് 5 വർഷം മുന്നത്തെയാ. പിന്നെ ഫോട്ടോയൊന്നും എടുത്തില്ല. 250 ഒതുങ്ങിപ്പോകുമോ എന്ന ഭയം ലൈലയിലുണ്ടായിരുന്നു. സാരമില്ല, നിനക്ക് 5 വയസ്സ് കുറവാണെന്ന് ഞാൻ ആശ്വസിക്കാം, ഭാഗ്യ പറഞ്ഞു. അതെന്താ അങ്ങനെയൊരു ആശ്വാസത്തിന്റെ വക? ലൈലയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല. എളുപ്പം ഒരു സുഖമല്ലേ ലൈല? ലൈല ഒന്ന് തിരിഞ്ഞു കിടന്നു. ലൈല, നമുക്ക് തുടങ്ങണ്ടേ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു... ഭാഗി വിക്കി വിങ്ങി. പെണ്ണുമ്പിള്ള ഉറക്കാണോ? അതോ പൊരയിൽ പോയോ? അതോ പിള്ളേരുടെ കൂടെയാണോ? ഇടയ്ക്ക് വെച്ച് ഞാൻ വിളിക്കാം. ഓള് വരുന്ന്, പിള്ളേര് വരുന്ന് എന്നൊന്നും പറഞ്ഞേക്കല്ല്, അത് മാത്രം എനിക്ക് കലിപ്പാ. ലൈല കടുപ്പിച്ചു. ഇല്ല ലൈല, ഇവിടെ ആരുമില്ല. എൻ്റെ അരമണിക്കൂർ ഇപ്പൊ തീരും. ഒരു മാസത്തെ കറണ്ട് ബില്ല് പോലും 250 ആയിട്ടില്ല എനിക്കിതുവരെ. പൈസയുടെ കാര്യം വരുമ്പോൾ ഭാഗ്യയുടെ തനിക്കൊണം അയാള് പോലും അറിയാതെ പുറത്തു വന്നു പോകും. അത് പേടിക്കണ്ട, കാര്യം കഴിഞ്ഞിട്ടേ ലൈല വിടൂ. അതിന് മണിക്കൂറൊന്നും ലൈലയ്ക്ക് പ്രശ്നമല്ല. ലൈല കട്ട സപ്പോർട്ട് കൊടുത്തപ്പോഴാണ് പൈസയുടെ കാര്യത്തിൽ ഭാഗ്യൊന്ന് ആശ്വാസം അയച്ചത്. ഇത് കേൾക്കുമ്പോ നിന്നെ എനിക്ക് ഭാഗ്യ സത്യത്തിൽ കിതച്ചു. എനിക്ക് ലൈലയും റെയിലിൽ കയറി. ഇനിയും എഞ്ചിൻ സ്റ്റാർട്ടായില്ലേ പണിവാളും. താമരപ്പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ദ്രൗപതിയെപ്പോലെ തോന്നുന്നു. നാവിൽ വേറൊന്നും കിട്ടാഞ്ഞ് ഭാഗ്യ തട്ടിവിട്ടു. ഉപമ അജാതി സാധനങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ പറയാ? ഇപ്പോഴത്തെ പിള്ളേര് പറയുന്ന പോലെ എന്തൊരു ദുരന്തമാണ് ഇഷ്ടാ ഇക്കാലത്തും ദ്രൗപദി എന്നൊക്കെ പറയാൻ. ലൈല വീണ്ടും അടിമ പ്രസ്ഥാനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അയ്യട കള്ളി, ഉപമയൊക്കെ അറിയാല്ലേ? എത്ര വരെ പഠിച്ചതാ? ഞാനേ ഒരു പഴയ വാദ്യാരാ. ഭാഗ്യയിലെ അധ്യാപകൻ ഉണർന്നു. ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമ, അവർണ്യത്തോട് വർണ്ണത്തിനഭേദം ചൊൽക രൂപകം. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതു താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷ. ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം അപ്രസ്തുത പ്രശംസാക്യ അപ്രസ്തുത പുരയ്ക്കതാൻ അനേകമനേക ധർമ്മത്തിൽ അന്വയിപ്പതു ദീപകം. സാദൃശ്യത്താൽ സ്മൃതി ഭ്രാന്തി സന്ദേഹങ്ങൾ കതിക്കുകിൽ സ്മൃതിമാൻ ഭ്രാന്തിമാൻ പിന്നെ സസന്ദേഹവുമായിടും. വിരോധം തോന്നുമാറുക്തി. ലൈല കിതച്ചു. മതി മതി, ഞാൻ വെറുതെ ചോദിച്ചു പോയതാണെന്റെ പൊന്നോ. ഭാഗി തലയിൽ കൈവച്ചു. നായയ്ക്ക് കിട്ടിയ മുഴുവൻ തേങ്ങ പോലെ ഭാഗിയുടെ ഫോണിലിരുന്ന് ലൈല വിറച്ചു. ഭാഗി, ഞാനിതെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പഠിച്ചതേ പങ്കമാഷിനെ പേടിച്ചായിരുന്നു. പണ്ടുള്ള വാദ്യാര് കൊണോന്മാരൊക്കെ അങ്ങനെയായിരുന്നു. പട്ടീനെ തല്ലും പോലെ തല്ലിയിട്ടാ ഇഞ്ചുവെടിയും കക്കകങ്കയൊക്കെ പഠിപ്പിക്കുക. താനൊരു ന്യൂജനാണെന്ന് തോന്നുമാറുക്തി ഉണ്ടാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന മട്ടിൽ പണ്ടിനെ സ്ട്രെസ് കൊടുത്തു ഭാഗി. ഭാഗി, എനിക്ക് വല്ലാതെയാവുന്നു. അത് ശരി, എന്റെ വല്ലായ്മ മാറ്റാൻ എന്നോട് പണം വാങ്ങി ഇപ്പൊ വല്ലായ്മ അവിടെയാണോ? ഭാഗി, എനിക്ക് പങ്കൻ എന്ന പേര് തന്നെ പ്രശ്നം ഉണ്ടാക്കും.
ആ പങ്കമാഷ് ഒഴിച്ച് ലോകത്തുള്ള ബാക്കി എല്ലാ പങ്കമാഷന്മാരോടും മാപ്പ്. ലൈല പിറുപിറുത്തു. മൂപ്പരെങ്ങനെ അറിഞ്ഞു? ആ പിറുപിറുക്കൽ ഭാഗ്യക്ക് നന്നെ ഇഷ്ടപ്പെട്ടു. അല്ല കുഞ്ഞേ, പങ്കനെ പറ്റിയൊന്നും പറയാൻ നേരല്ല. അടുത്തത് ഒരു ഗ്രൂപ്പ് കോളാണ്. 3 എണ്ണത്തിനെ ഒന്നിച്ച് മേയ്ക്കണം. ആളെണ്ണം 1000 തരാന്ന് പറഞ്ഞിട്ടാ സമ്മതിച്ചേ. യൂത്തന്മാരാണ്. ഐറ്റമൊക്കെ കണ്ടുപിടിക്കണം. അക്കൗണ്ടിൽ പൈസ ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് വരാൻ തുടങ്ങി. അതിനിടയിൽ പങ്കനെ ഓർക്കാൻ ഒക്കൂല. ഫോൺ അമർത്തിക്കൊണ്ട് ലൈല പറഞ്ഞു. അപ്പോ ഇട്ടേച്ച് പോകുകയാണോ? നേരൊന്നും ലൈലയ്ക്ക് ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട്? പൈസ ഒരു പ്രശ്നം തന്നെയല്ലേ കുഞ്ഞേ. 250 എപ്പോഴോ തീർന്നില്ലേ? എന്നിട്ടും ഞാൻ എന്തോരം പറഞ്ഞു. ലൈല തന്റെ ഉദാര മനസ്സ് തുറന്നു. എനിക്കെന്തോ നടന്നോ ലൈല? ഭാഗി അയാൾക്ക് സത്യത്തിൽ നിരാശയും സങ്കടവും വരുന്നുണ്ടായിരുന്നു. നാട്ടുകാർ മുഴുവൻ ഭാർഗവൻ സാറെന്ന പേര് പതിച്ചു തന്നതുകൊണ്ട് മാനം മര്യാദമായി യാതൊരു വിഭ്രഞ്ജനവുമില്ലാതെ കഴിഞ്ഞുകൂടുമ്പോഴാണ് അതിരഹസ്യമായി ലൈലയുടെ നമ്പർ കിട്ടിയത്. കിട്ടിയ വഴി കൊന്നാലും പറയില്ല, പറഞ്ഞാൽ വേറെ തൊല്ലയാണ്. എന്നിട്ടിപ്പോ ലൈല ഇട്ടേച്ചു പോകുന്നു, അതും ഒരു ഛേദവും ഇല്ലാതെ. ഭാഗി, ഞാനൊരു കാര്യം ചെയ്യാം. യൂത്തന്മാരെ ഡീല് ചെയ്തിട്ട് വിളിക്കാം. ഉറങ്ങാതിരുന്നാ മതി. എന്റെ വക ഫ്രീ ആണ്, അതുപോരെ? ലൈല മധുരമായി സമാധാനിപ്പിച്ചു. പോരാ, അവന്മാരുടെ കാശ് തിരിച്ചു കൊടുത്തേക്ക്. ആളൊന്ന് 1000 വെച്ച് 3000 ഞാൻ ഇപ്പൊ ഇടാം. ഭാഗി ശഠിച്ചു. അത് വേണ്ട, അതെനിക്ക് നഷ്ടക്കച്ചവടാ. ലൈല കിറുവിച്ചു. അവന്മാരെ വല്ലവളും കൊണ്ടുപോകും. പിന്നെ അതൊന്ന് ചാലു ആയാൽ അരമണിക്കൂറിനെ 250 വെച്ച് വയറിളകിയ പശു തൂറ്റണ പോലെ കാര്യം സാധിപ്പിക്കണ്ടല്ലോ. ആഴ്ചയിൽ 1 കണക്കിനെ അങ്ങനത്തെ ഒരൊറ്റ പാള് കിട്ടിയാ മതി ലൈലയ്ക്ക്. അതുകൊണ്ട് ഭാഗി, അത് ഞാൻ വിടാൻ പോകുന്നില്ല. ഭാഗി ആകെ നിരാശനായി. അയാൾക്ക് നെഞ്ചരിച്ചിൽ വന്നു. വായിലേക്ക് തികട്ടി വന്ന പുളിവെള്ളം അയാൾ തുപ്പാൻ മെനക്കെടാതെ ഇറക്കി. ലൈല, അക്കൗണ്ട് നോക്ക്. 3000 കയറിയിട്ടുണ്ട്. യൂത്തന്മാരേത് തിരിച്ചു കൊടുത്തേക്ക്. ഇന്ന് ഫുൾ നൈറ്റ് ഒരാളെടുത്തു എന്ന് പറ. ഭാഗി വീറോടെ പറഞ്ഞു. 3000 ഉലുവയ്ക്കോ? ലൈലയുടെ ഫുൾ നൈറ്റോ? ഭാഗിക്കൊന്നും ഇനിയും നേരം വെളുത്തില്ലേ? അടിച്ചമർത്തൽ പ്രസ്ഥാനം ഓർമ്മ വന്നതും ലൈല മുരണ്ടു. ലൈല, എനിക്ക് അറിയാത്തതുകൊണ്ടല്ലേ. എത്ര വേണം പറ പ്ലീസ്. ഭാഗി നിലവിളിച്ചുപോയി. തൽക്കാലം യൂത്തന്മാരുടെ 3000 റീഫണ്ട് ചെയ്യാം. എന്നിട്ട് മണിക്കൂറിനനുസരിച്ച് ഇനി 400 രൂപ വെച്ച് തരണം. 3000-ന് പുറമെ. ലൈല ഒരു മയവുമില്ലാതെ പറഞ്ഞു. ഭാർഗവൻ വാദ്യാര് കണക്ക് കൂട്ടി നോക്കി. സമയം 9:30. 8:30 തുടങ്ങി. ഇനി അങ്ങോട്ട് 1 മണിക്കൂറിന് 400. അരമണിക്കൂർ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടി. കഴിച്ചിട്ട് ഒരു 12:30 വരെ 400 വീതം പ്ലസ് 3000 സമം 3000 പ്ലസ് 1200. ആദ്യത്തെ 250 സമം 4550. പോട്ടെ, വെറുതെ ഒന്നും അല്ലല്ലോ. ഇനി അഥവാ ഉറങ്ങിപ്പോയാൽ അങ്ങനെ 1 2 400 ലാഭിക്കുകയും ചെയ്യാം. ഇതൊന്നും എപ്പോഴും ഇല്ലല്ലോ. ഇനി അങ്ങോട്ട് ഇടയ്ക്കൊക്കെ ആയിട്ട് അരമണിക്കൂറിൽ ഒപ്പിക്കാം. അടുത്ത പ്രാവശ്യം ആളെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ കിട്ടുമെന്നും അന്വേഷിക്കണം. പെൻഷൻ അല്ലേ, ഒന്ന് മയത്തിലൊക്കെ വേണം. അല്ലേൽ പൈസ കുറച്ചു തരുമോ എന്ന് ചോദിക്കണം. ഇപ്പൊ വേണ്ട, ഇന്നെങ്ങനെ പോട്ടെ. നിന്റെ അക്കൗണ്ട് നോക്ക്, 400 കയറിയോന്ന്. നെറ്റ് സ്ലോയാണ് ഇവിടെ. 400 ഓക്കെ ഭാഗി, ലൈല പതുക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രി നീ എന്റെ ദ്രൗപദി. എത്ര ഉഴവാ? അപ്പോൾ കാച്ചിവിട്ട നുണയിൽ തേനിൽ ഉറുമ്പെന്ന പോലെ വീണുപോയ നിഷ്കളങ്കനായ വാദ്യാർ ഭാർഗവനോട് സത്യം പറയണമെന്ന് ലൈലയ്ക്ക് തോന്നിപ്പോയി. ഒരു യൂത്തനുമില്ല കൂത്തനുമില്ല. 5-6 ദിവസമായി ഒരു പാളും കിട്ടാണ്ട്. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് കോളെന്നും പറഞ്ഞ് 3 പേര് വിളിച്ചു. ആളൊന്നിനെ 1000 വെച്ച് പറഞ്ഞപ്പോൾ പൈസയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. 3000 എന്നൊക്കെ കണ്ടതാ, ബാക്കിയൊന്നും നോക്കിയില്ല. കളി പാതിയായപ്പോ അവന്മാർക്ക് ഏതാണ്ടൊക്കെ ആയപ്പോ ആന്റി പോരാ, ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നും പറഞ്ഞ് കുറെ വീഡിയോ അയച്ചു തന്ന് ഇറങ്ങിപ്പോയി. അക്കൗണ്ട് നോക്കിയപ്പോൾ കാശൊന്നും എത്തിയിട്ടില്ല.
3000-ന്റെ സ്ക്രീൻഷോട്ട് പറ്റിപ്പായിരുന്നെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം ലൈല എല്ലാം നോക്കിയിട്ടേ ആളെ എടുക്കൂ. പോരാത്തതിനെ കാശ് വരുന്ന അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ തന്നെ സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റും. ഈ ആഴ്ച ആകെ വീണത് ഒരു 250 കയ്യിൽ അതേയുള്ളൂ എന്നെല്ലാം കൊണ്ടും ദരിദ്രനായ അയാൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ജാതി കൂടി തീർപ്പുണ്ടാക്കി വിട്ടേച്ചു. പിന്നെ രാവും പകലുമില്ലാതെ മിസ്ഡ് കോൾ വന്നുകൊണ്ടേയിരുന്നു. SI ഉണ്ണിക്കിടാവ് സാറാണ് പരിഹാരമാക്കി തന്നത്. ഒറ്റ തവണയെ വിളിച്ചുള്ളൂ. സാറേ, ലൈലയാ, ഒരുത്തൻ എടങ്ങറാക്കുന്നുണ്ടേ, നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്യാം. പിന്നെ അവൻ ഉണ്ണിസാറിന്റെ മുമ്പിൽ എലി വിറയ്ക്കും പോലെ വിറച്ചിരിക്കുന്ന വീഡിയോ ആണ് കിട്ടിയത്. വാദ്യാരാള് ശുദ്ധനാണ്, നല്ല സ്നേഹത്തിന്റെ കുറവുണ്ട്. പറ്റിക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം ലൈല. ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട്. കയ്യിൽ വന്ന കായ് കളയാനും തോന്നുന്നില്ല. ചക്കച്ചള ഒരിഞ്ഞിടുന്നത് പോലെ പറയുന്നതിന് മുമ്പ് കാശിട്ടത് ഉള്ളതുകൊണ്ടായിരിക്കൂല്ലേ. ഉള്ളവനോടല്ലേ വാങ്ങാൻ പറ്റൂ. അതെവിടെ തന്നെ കിടക്കട്ടെ. എത്ര ദിവസം കൂടിയിട്ടാണ് ഇങ്ങനെ ഒന്ന്. അകത്തേക്ക് ഓടി വന്ന പെൺകുട്ടിയോട് ലൈല തലയാട്ടിക്കൊണ്ട് പോപ്പോ എന്ന് ആംഗ്യം കാണിച്ചു. അപ്പോ നമ്മൾ നിർത്തിയത് പങ്കൻ മാഷിന്റെ അടുത്തല്ലേ? എനിക്ക് പങ്കനെ കേൾക്കണ്ട, ഭാഗി ചൊടിച്ചു. കുഞ്ഞേ, ഞാൻ പറയാന്ന് നിരീച്ചു പോയില്ലേ? പങ്കൻ മാഷാണേൽ ഓർമ്മയിൽ വന്നും പോയി. എന്നാ പറ, ഒരു മിനിറ്റേ, ഞാൻ സമയം നോക്കട്ടെ. അടുത്ത 400 ഇടാനുള്ളതല്ലേ? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ ഭാഗി അടവിറക്കി. ലൈലയ്ക്ക് അയാളുടെ ആത്മാർത്ഥതയിൽ അലിവ് തോന്നി. അതൊന്നും നോക്കണ്ടപ്പാ, ഞാൻ പറയുമ്പോ ഇട്ടാ മതി, ലൈല സ്നേഹത്തോടെ പറഞ്ഞു. ഇതൊക്കെ ആർക്കും വില കൊടുത്തു കൊടുക്കാനും വാങ്ങാനും കഴിയുന്നതിനും അപ്പുറത്തെ സംഗതിയാ മാഷേ. ലൈല, നീ എന്നെ അങ്ങനെ വിളിച്ചാ മതി മാഷേന്ന്. ഭാഗി, കുഞ്ഞേ എന്നൊക്കെ കേൾക്കുമ്പോ എന്തോ മാതിരിയാണ്. അതാണ് നമ്മൾ വിളിക്കേണ്ടത്. സമയാവുമ്പോ നമ്മളെ നാവ് പറഞ്ഞു തരും. ലൈല പൊട്ടിച്ചിരിച്ചു, പാദസരം കിളുങ്ങുന്ന പോലെ. മാഷ് അത് പറഞ്ഞതും ലൈല ചിരിച്ചു. വീണ്ടും പങ്കൻ മാഷിന്റെ ഉപമ. പങ്കനെ പറ്റി പറ. ഭാഗി തന്റെ കുലസ്നേഹം പുറത്തു കാട്ടി. 400 ഇട്ടോ? ലൈല കളിയായി ചോദിച്ചു. നോക്ക്, മാഷ് അല്പം അധികാരത്തോടെ പറഞ്ഞു. ലൈല അക്കൗണ്ടിലേക്ക് നോക്കി. ആദ്യത്തെ 250, പിന്നൊരു 3000, അല്പം മുമ്പ് ഒരു 400. 3000-ന്മേലൂടെ ലൈല വിരലുകൾ ഓടിച്ചു. എന്തോ ഒരു വർക്കത്തില്ലാത്ത അക്കങ്ങൾ പോലെ തോന്നി അവൾക്ക്. 9-ലാണ് പങ്കമാഷ് മലയാളം പഠിപ്പിച്ചത്. മലയാളം എന്നാൽ വെറും നോട്ടെഴുത്ത് മാത്രം. പെൺകുട്ടികളുടെ അടുത്തൂന്ന് പോകൂല. ഞാൻ എവിടെ ഇരുന്നാലും എന്നെ എഴുന്നേൽപ്പിച്ച് ഏതെങ്കിലും ഒരു ബെഞ്ചിന്റെ അറ്റത്ത് കൊണ്ടിരുത്തും. അവിടെ തിങ്ങിയിരിക്കേണ്ടെന്നും പറഞ്ഞ്. എന്നിട്ട് എഴുതുന്നത് നോക്കാനെന്ന മട്ടിലെ പുറത്തേക്ക് ചാരും. തോളിലേക്ക് അയാളുടെ ഉരപ്പ് തുടങ്ങും. നോട്ട് ബുക്കിൽ തിരുത്തുന്ന മട്ടിലെ കൈ നെഞ്ചത്ത് തട്ടിക്കൊണ്ടിരിക്കും. പങ്കൻ ഒരു എടങ്ങേറ് തന്നെ ആയിരുന്നു. എഴുതാനുള്ളത് പലവട്ടം പറയുന്ന ശീലമുണ്ടായിരുന്നു കുരിപ്പിന്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാനായി ഞാൻ പുസ്തകം ആദ്യം പഠിച്ചു വെക്കും. അയാളെ കൊണ്ട് ആകെ ഉണ്ടായ ഗുണം അതാണ്. മന്ദാക്രാന്ത മപനതദംഗം 4 6 7 മാർഗം. ലൈലാ, മാഷ് ദയനീയമായി വിളിച്ചു. ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവോ? അത് നിങ്ങൾക്കല്ലേ പഹയ അറിയാ. ഉണ്ടേൽ ഏതെങ്കിലും പെണ്ണ് ഉറങ്ങുന്ന ഉറക്കത്തും പ്രാകുന്നുണ്ടാവും. പടച്ചോനെ, അയാളത് ഒരു കാലത്തും പൊങ്ങാതെ കൊഴിഞ്ഞു പോകണേന്ന്. ലൈല, ദുഷ്ടതരം പറയാതെ, ഭാഗി നിലവിളിച്ചു പോയി. സത്യാണ്, ഞാൻ അങ്ങനെ നേർന്നതിന്റെ 6ാം നാളല്ലേ പങ്കമാഷിന്റെ പെണ്ണുങ്ങളെയും ഡ്രില്ലിന്റെ മാഷയും കൂടി പൊരേന്ന് ആൾക്കാർ പൂട്ടിക്കളഞ്ഞത്. എന്റെ ഉമ്മാക്ക് പാളുണ്ട് എന്ന് പങ്കനോട് ആരോ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് അയാള് മോശം കാണിച്ചത്. ലൈല, പാളെന്ന് പറയുന്ന എന്താ? അതെന്താന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയൂല. പാളിന് പോയേക്കുവാന്ന് പണ്ട് മുതലേ കേൾക്കാം. പിന്നെ ഞാൻ പോയി തുടങ്ങിയപ്പോഴും പാളെന്നാണ് എല്ലാവരും പറഞ്ഞതും കൂട്ടിക്കൊണ്ടുപോയതും. ലൈല, നല്ല കാലത്തെങ്ങാനും കണ്ടിരുന്നേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയെന്നെ, എൻ്റെ മക്കളുടെ അമ്മയായിട്ട്. മാഷ് നമ്പർ ഇറക്കി. ലൈല പൊട്ടിച്ചിരിച്ചു. മാഷ് ഞെട്ടി. എൻ്റെ മാഷേ, 92-ലെ DYSP അശോക് കുമാർ, MLA നാസർ, പിന്നെ പേരൊരിക്കലും പറയില്ല എന്ന് ആണിയിടിയിച്ച സാഹിത്യകാരൻ.
ഇവരെല്ലാം ഇതേ ഡയലോഗ് പറഞ്ഞതാ, വള്ളിപുള്ളി മാറ്റമില്ലാതെ. മലയാളത്തിൽ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള വാചകങ്ങൾ ഇനി എത്രയുണ്ടാകും മാഷേ? നമുക്കൊന്ന് നോക്കിയാലോ? മരിച്ചാലും മറക്കില്ല, കരളിൻ്റെ കരൾ, ജീവന്റെ പാതി, നെഞ്ചിലെ ഹൃദയം, അണ്ണാൻ കുഞ്ഞിൻ്റെ വര. എന്നെക്കൊണ്ട് എണ്ണിക്കല്ലേ പൊന്നു മാഷേ. ഭാഗി വീണ്ടും തളർന്നു. സംഗതി പിടിവിട്ടു പോകുന്നു. ലൈല വിചാരിച്ച ലെവലല്ല. മാഷേ, നിങ്ങൾ ഉറങ്ങിപ്പോയോ? അപ്പുറത്ത് അനക്കം കേൾക്കാതായപ്പോൾ ലൈല 3000 ഓർത്തു. ഇല്ല, ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. മൂത്രമൊക്കെ നല്ലോണം പോകുന്നുണ്ടല്ലേ ഈ പ്രായത്തിലും? എൻ്റെ മൂത്രവള്ളിയൊക്കെ എന്നോ പൊട്ടി തൂങ്ങിപ്പോയതാ, ലൈല പറഞ്ഞു. അപ്പോൾ പാള് തുടങ്ങിയത് എപ്പോഴൊന്നല്ലേ? ലൈല കിടന്ന കിടപ്പിൽ ഒന്ന് മൂരി നിവർന്നു. കക്കരക്കാട് AUP സ്കൂളിലേക്ക് വയല് കടന്നു വേണം പോകാൻ. വയലിൽ വരമ്പ് കിളയ്ക്കുന്ന ചന്തുവാശാൻ 25 പൈസ തന്നു ഒരിക്കൽ. ഉമ്മക്കുട്ടിയെ മുട്ടായി വാങ്ങിക്കോന്നും പറഞ്ഞ്. റേഷൻ അരി വല്യമ്മ മുറത്തിലിട്ട് ചേറി 4 തരവാക്കും. അതിൽ 3ാമത്തെ തരം കൊണ്ടുണ്ടാക്കിയ കഞ്ഞി കുടിച്ചിട്ടാണ് സ്കൂളിൽ പോക്ക്. ആങ്ങളയ്ക്ക് വേറെ കൂട്ട്, എനിക്ക് വേറെ കൂട്ട്. പൂച്ചക്കണ്ണ് എനിക്ക് മാത്രമേ ഉള്ളൂ അന്നാട്ടല്. പോരാത്തതിനെ അറബീൻ്റെ വെളുപ്പും. ചന്തുവാശാൻ നീട്ടിയ കാശ് വാങ്ങാൻ പോയപ്പോൾ മൂപ്പര് പാവാട പൊക്കി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പാവാട പൊക്കി കൊടുത്തു. മൂപ്പരൊരു ഉമ്മ വെച്ചു. 25 പൈസയും തന്നു. അതുകൊണ്ട് 5 സുരുമിട്ടായി വാങ്ങി. പിറ്റേന്ന് ആശാൻ 50 പൈസ തന്നു, 2 ഉമ്മയും. 4 ദിവസം 50 പൈസ കൂട്ടിവെച്ച് മൊയ്തിയാപ്പിളയോട് 2 ഉറുപ്പിക്ക് മത്തി വാങ്ങി വല്യമ്മാക്ക് കൊണ്ടു കൊടുത്തു. അതിൻ്റെ നെയ്ക്കൊടലെടുത്ത് ചട്ടിയിലിട്ട് മെഴുക്കുണ്ടാക്കി പകുതി വല്യമ്മ പൊരിച്ചും തന്നു, പകുതി കറിയും വെച്ചു. ഏടുന്ന് കിട്ടി പൈസ, ആര് തന്നു പൈസ എന്നൊന്നും ആരും ചോദിച്ചില്ല. വല്യമ്മാൻ്റെ കൈ കാണുമ്പോൾ കൊരങ്ങനെ ഓർമ്മ വരും. അങ്ങനെയാണ് കൈയും കാലും പൂച്ചക്കണ്ണും വെള്ള കളറും കൊണ്ട് ഞാൻ പള്ളയും കൊടലും തമ്മിൽ ഒട്ടിപ്പോകാണ്ടിരിക്കാൻ പറ്റുന്ന പണികളെല്ലാം പയറ്റി. വലിയൊരു ലാറ്റിൻ അമേരിക്കൻ മൂപ്പരില്ലേ, എന്തായിരുന്നു പേര്? കിട്ടുന്നില്ല, മറന്നുപോയി. ഇതുപോലൊരു വല്യമ്മയും മോളും കൂടി നാടുനാടാന്തരം നടക്കുന്നത്. കുട്ടീൻ്റെ അശ്രദ്ധ കൊണ്ട് കിടക്കുന്ന പൊര കത്തിപ്പോയി. പുതിയതൊന്ന് ഉണ്ടാക്കാനുള്ള പൈസയ്ക്കായി ദിവസം 80 ആളുകളോടൊപ്പം കിടക്കുന്ന കഥ. അതിൻ്റെ മൂത്രവള്ളിയൊക്കെ ഏത് കാലം എന്ത് അവസ്ഥയിലായിട്ടുണ്ടാകും അല്ലേ മാഷേ? ഏതോ ചിന്തയിൽ ഭാഗി മൂളി. അതൊക്കെ വായിച്ചിട്ടുണ്ടോ? എവിടെ, ഞാനോ? നമ്മളെ കാല് പിടിക്കുന്ന സാഹിത്യകാരനില്ലേ, ആരോടും പേര് പറയരുത് എന്ന് 100 പ്രാവശ്യം പറയുന്ന മൂപ്പര് പറഞ്ഞു തന്ന കഥയാണ്. നല്ല രസാണ്. മൂപ്പരുടെ അടുത്ത് കുറേ ഭക്ഷണം കഴിപ്പിക്കും. പിന്നെ കണ്ണും മുഖവും നെറ്റിയും തലയുമൊക്കെ തലോടും. നല്ല സാരി വാങ്ങിത്തരും. മാഷ് ദ്രൗപദിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ മൂപ്പരെ ഓർത്തു. ദ്രൗപദി ഭീമനോട് കീചകവധം പറയാൻ ആവശ്യപ്പെടുന്നില്ലേ? ഓളെ സെക്സ് മുഴുവനായും അനുഭവിപ്പിച്ചത് ഭീമനാന്നു പോലും. ഭീമൻ കഥകൾ പറഞ്ഞ് പെണ്ണിനെ പിരികേറ്റു. ഓളെ പല്ലാണ് രസം, അരിമുല്ല മുട്ട് പോലെയാണ്. അതുകൊണ്ടൊരു കടിയുണ്ടത്രേ. ഭീമനൊക്കെ നിസ്സാരനായി പോകുന്ന ദന്തദംശനം. ഹമ്മോ ലൈല, നീ വലിയ വാക്കുകൾ പറയുന്നു. സത്യം പറ, അത് പുനത്തിലല്ലേ? മൂപ്പർക്ക് പേര് പറയുന്നതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നാ ഞാൻ കേട്ടത്. അരാജകവാദിയെന്ന് പറയൂലേ, അതായിരുന്നല്ലോ. പുനത്തിലും അല്ല പനച്ചൂരാനും അല്ല. ആരാന്ന് പറഞ്ഞും തരൂല. ലൈല കെറുവിച്ചു. ലൈല, എനിക്ക് ഭീമനാകണം. ഭാവിയുടെ നാവ് കുഴയുന്നത് പോലെ തോന്നി ലൈലയ്ക്ക്. പക്ഷെ ഉറങ്ങുന്നുണ്ടോ ഇടയ്ക്ക്? ലൈല ചോദിച്ചു. ഇങ്ങള് ഭീമനാവുമ്പോ ഞാൻ ദ്രൗപദിയാകണമല്ലേ? അല്ല, ഹിഡുംബി ആയാൽ മതി. അത് പൊളിക്കും. ഹിഡുംബി ആളൊരു മുതലായിരുന്നു. ഭീമൻ സത്യത്തിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ടാവുക ഹിഡുംബിക്ക് മുന്നിലായിരിക്കും. ആ പെണ്ണിന്റെ മുലയൊക്കെ കണ്ട ഭീമനെ ദ്രൗപദിയൊക്കെ എന്ത്? തലയിലും മുലയിലും ഒന്നുമല്ല ലൈല കാര്യം. ഹിഡുംബിക്ക് ഭീമനോട് വലിയ ആത്മാർത്ഥതയായിരുന്നു. ലൈല ഒന്നും മിണ്ടിയില്ല. അല്പസമയം കഴിഞ്ഞ് അവൾ പറഞ്ഞു, ഇതൊക്കെ ഇത്തിരി നേരത്തേക്കുള്ള ഏർപ്പാടല്ലേ മാഷേ? ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ.
ലൈല, നീ എവിടാ താമസം? ഞാൻ അങ്ങോട്ട് നാളെ വരട്ടെ നിന്നെ കൂട്ടാൻ. കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് താമസിക്കുവോ? ഭാഗ്യയ്ക്ക് അങ്ങനെ പറയാൻ തോന്നി. ഇതൊക്കെ ഒന്നും കൂടി മൂത്രമൊഴിച്ച് പോയി കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും മാറിക്കോളും. ലൈല ചിരി അടക്കി പിടിക്കുന്നത് പോലെ തോന്നി ഭാഗ്യയ്ക്ക്. ഭാഗ്യയ്ക്കെന്തോ ലൈലയുടെ ഒപ്പമിരിക്കാൻ സത്യമായും ആത്മാർത്ഥമായും തോന്നിയിരുന്നു. ഇന്നലെ വരെ നേരത്തിനും കാലത്തിനുമുള്ള ആസ്പിരിൻ ഗുളികയും കഴിച്ച് കിടന്നുറങ്ങിയ ആളല്ലേ. ഇന്നിപ്പോ അന്തിപ്പാതിര ആയിട്ടും കാലം കോഴി കൂവിയിട്ടും ഉറക്കത്തിന്റെ ലാഞ്ചന പോലും ഇല്ല. ലൈല കളിയാക്കി. ലൈല, നീയും കേട്ടോ കാലം കോഴി കൂവിയത്? അപ്പോ നമ്മൾ അടുത്തടുത്താണല്ലേ? ഭാഗ്യയ്ക്ക് ഉത്സാഹം കൂടി. അല്ല, മാഷ് അക്കരെയാണ്. അതെങ്ങനെ മനസ്സിലായി? ഇവിടത്തെ കാലം കോഴി ഒന്ന് കൂവാനാഞ്ഞതും പിന്നെ നിർത്തിക്കളഞ്ഞു. അപ്പോ അക്കരെ നിന്നും കൂവൽ കേട്ടു. പിന്നെ മറുകൂവൽ തുടങ്ങി. ലൈല തികഞ്ഞ പക്ഷി നിരീക്ഷകയെപ്പോലെ പറഞ്ഞു. എനിക്കതിനെ പേടിയാണ് ലൈല. അതൊരു ചെറിയ കിളിയാണ് മാഷേ. വല്യമ്മച്ചി നെടുളാൻ എന്നാണ് പറയാ. ഒരിക്കലൊന്ന് ഞങ്ങളെ മുറ്റത്ത് ഉപ്പൂത്തിയുടെ ചുവട്ടിൽ ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തൂവലെ ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചത് ഇപ്പോഴും കാണണം. ലൈല, ഞാനതിനെ കണ്ടിട്ടില്ല. കാണുന്നത് വരെയുള്ളൂ എല്ലാം. കണ്ടു കഴിഞ്ഞാ പോയി. ലൈലയെയും നെടുളാനെയും മാഷിനൊരിക്കലും കാണാൻ കഴിയാതെ പോട്ടെ. ലൈല കുണുങ്ങി ചിരിച്ചു. നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? മാഷിന്റെ സമയവും കായും പോവൂട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വാങ്ങിച്ച 3000 എരണ്ടക്കെട്ട് പോലെ ലൈലയുടെ മനസ്സിനെ ദഹിക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു. എളയപ്പയാന്നൊക്കെ പറഞ്ഞേ ഉമ്മയൊരാളെയും കൂട്ടി വന്ന് പൊരേല്. രാജേഷ് എളാപ്പ. മൂപ്പരെ നല്ലോണം പൈസ തരും മുട്ടായി വാങ്ങാൻ. കവറടക്കമാണ് മുട്ടായി തീറ്റി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ തുടങ്ങി എരണ്ടക്കെട്ട്. തൂറണ്ട പെറാൻ വരുന്ന അതേ അവസ്ഥ. വല്യുമ്മാന്റെ വെളുത്തുള്ളി ചുട്ടതിനെ കൊണ്ട് കൂട്ടിയാ കൂടാതായപ്പോൾ താലൂക്ക് ആസ്പത്രിയിൽ പോയി ഒരു ചോന്ന വെള്ളം കിടത്തി കുടിപ്പിച്ചു. പിന്നെ മൂലത്തിലൂടെ പൈപ്പ് കയറ്റി ഒപ്പം സോപ്പ് വെള്ളം പോലൊരു വെള്ളവും. ആമാശയെ നയിച്ച് കൊയങ്ങി ഒഴിവാക്കി തള്ളിയ പ്ലാസ്റ്റിക് കവറുകൾ അതാ തുരുതുരാ വരുന്നു. അതീ പിന്നെ ലൈല മുട്ടായി തിന്നിട്ടില്ല. പിന്നെ കൊടല് പിരിഞ്ഞതും കൊണ്ട് കുറേ കളിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഉദ്യോഗത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. പിരിഞ്ഞെടുത്ത് വെച്ച് ഡോക്ടർ ഒരു മുറി അങ്ങ് മുറിച്ചു. പിന്നെ ഒന്നും തിന്നൂടാതായി. തിന്നാതെയും കുടിക്കാതെയും ഉണങ്ങിപ്പോയ ഇപ്പണിക്ക് പറ്റൂലല്ലോ. പിടിച്ചു നിന്നു. ഇടയ്ക്കിടെ കക്കൂസിൽ പോകണം. കക്കൂസിൽ പോകാൻ മുട്ടിക്കൊണ്ട് സെക്സ് ചെയ്തിട്ടുണ്ടോ? അതും ആഹ് ഒച്ചപ്പാടോടെ. ഇടയ്ക്ക് കയറി വന്ന സെന്റിമെന്റ്സിനെ പിടിച്ചു നിർത്താതെ അഴിച്ചുവിടുന്നതിനിടയ്ക്കാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് അവർ മോട്ടോ എന്ന വാചകം അവൾ ഓർത്തത്. അല്ല മാഷേ, നിങ്ങളെ പൈസയും വാങ്ങി ഞാനിങ്ങനെ കാണ്ടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൈസ തന്ന ചൂടിൽ ഒന്ന് മിണ്ടിക്കൂടെ? അതിനാവൂലേ മൂളിക്കൂടെ? അപ്പുറത്ത് ആളനക്കമില്ലാതായപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. മറുപടിയില്ല. ഉറങ്ങിപ്പോയോ? ഇതെന്തൊരു പഹയൻ വാദ്യാരാണ്. ലൈല പിറുപിറുത്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ഒന്നുകൂടി വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. കിടന്ന കിടപ്പിൽ ഒന്ന് ചെരിഞ്ഞപ്പോൾ യൂറിൻ ട്യൂബ് വലിഞ്ഞു. വേദനയോട് അവൾ വിളിച്ചു, കുട്ടിയെ, മേമേന്റെ കാലൊന്ന് നേരെയാക്കി തരീ. പെൺകുട്ടി വന്ന് ലൈലയെ നേരെ കിടത്തിയിട്ട് ഉറക്കച്ചടവോടെ പറഞ്ഞു, മേമ വേഗം ഉറങ്ങ്, ഇനി വിളിക്കല്ലേ, ഉറക്കപ്രാന്തില് അനക്ക് വരാനാകൂല. ലൈല പെൺകുട്ടിയെ മൈൻഡ് ചെയ്യാതെ ഭാഗ്യയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അയാൾ ഉറങ്ങിപ്പോയോ? അതോ ഉറക്കമൊഴിഞ്ഞ് വല്ല അറ്റാക്കും വന്നു കാണുമോ? നെടുവളാൻ കൂവാനൊരുങ്ങിയതും ലൈല കിടുകിടുത്തുപോയി. അവൾ ചുണ്ടുവിരലും നടുവിരലും കണ്ണിന് നേരെ ഉയർത്തിപ്പിടിച്ചു. ഇതിലേതാണ് മരണം, ഏതാണ് ഉറക്കം? അപ്പൊ എങ്ങനെയാ? എല്ലാവരും കഥ കേട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ലൈലയെ അടുത്തൊന്നും മറന്നു പോവില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥകളാണ് ശ്രീമതി ശബിതയുടെ. അപ്പോ കഥകളുടെ പേര് മറക്കണ്ട കേട്ടോ. ഗീതാഞ്ജലി, അരുന്ധകനി, മന്ദാക്രാന്ത, മപനതതംഗം, മുലപ്പാമ്പ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ പുസ്തകങ്ങളും. നിങ്ങൾക്ക് ഒരിക്കലും
നിരാശപ്പെടേണ്ടി വരില്ല ആ കഥകൾ വായിച്ചിട്ട്. അത്ര മനോഹരമായ കഥകളാണ്, തന്റേടിയായ കഥകളാണെന്ന് നമ്മൾ പറയില്ലേ. ഒരാളെ തന്റേടിയാണെന്ന് നമ്മൾ പറയുന്നത് എല്ലാ തരത്തിലുമുള്ള അവസ്ഥകളെയും അതിജീവിക്കുമ്പോഴാണ്. ശബരിയുടെ കഥകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അരുന്തക്കനി അരുന്തയുടെയും കനിയുടെയും കഥ പറയുന്നതാണ്. കുട്ടികളുടെ കഥയായാലും, കുട്ടികളുടെ കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ മഭനതതംഗം വായിച്ച അല്ലെങ്കിൽ മന്ദാക്രാന്ത വായിച്ച, ഗീതാഞ്ജലി വായിച്ച ശബരിയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും തരളമായ ഭാഷയാണ്, കുട്ടികൾക്കായുള്ള ഭാഷയാണ് കുട്ടികളുടെ പുസ്തകത്തിൽ. അപ്പോൾ ആരും മറക്കണ്ട, കഥകൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള കഥകളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. കഥ കേട്ടാൽ മാത്രം പോരാ കേട്ടോ, അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്, അതുകൊണ്ട് അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി.